പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കിങ്ങനെ പൗലോസ്ലീഹ പറഞ്ഞു തരുന്ന കുറച്ച് നിയമങ്ങൾ ഈശോ പറഞ്ഞ കുറച്ച് നിയമം, പരിശുദ്ധാത്മ പറഞ്ഞ കുറച്ച് നിയമങ്ങളുണ്ട്. ജീവിതത്തിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞ ലേഖനഭാഗമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ലേഖനഭാഗത്തിനകത്ത് നമുക്കൊരു കൃത്യമായിട്ട് ഈശോയെ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ വേണോ അതെല്ലാം ഒരൊറ്റ ഒരു പോർഷൻ പറഞ്ഞേക്കുവാണ്. ജീവിതത്തിന്റെ നിയമങ്ങൾ എന്നാണ് ഹെഡിങ്. നമ്മൾ അതിനകത്തെ കുറേ വചനങ്ങൾ ഇന്ന് വായിക്കാൻ പോകാം. ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഈ വചനങ്ങളെല്ലാം നമ്മളിങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. ഇതിങ്ങനെ വായിച്ച് നമ്മളെ തന്നെ വിശദീകരിക്കണം. ഇതെല്ലാം ഉണ്ടോ നോക്കണം, ചെക്ക് ചെയ്യണം. ചെക്ക് ലിസ്റ്റാണ് ഇതൊരു ചെക്ക് ലിസ്റ്റാണ്. ഈ ചെക്ക് ലിസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഓരോ ആക്ടിവിറ്റിക്കും ഇത്രയും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിങ്ങനെ ഈശോ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഹെഡിങ് ജീവിതത്തിന്റെ നിയമങ്ങൾ. ഈ നിയമങ്ങൾ അനുസരിക്കുക, ഈശോ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് എത്തുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജീവിതത്തിന് നിയമങ്ങൾ, കൊളോസോസ് 3-ാം അധ്യായം സ്റ്റാർട്ട് ചെയ്യാം. കൊളോസോസ് 3:5. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുകയും. അസന്മാർഗികത നമുക്കിങ്ങനെ ബാക്കി ആൾക്കാർ നോക്കുമ്പോഴേ ഒരു തെറ്റായ മാർഗത്തിൽ പോകുന്ന അസന്മാർഗികത. അശുദ്ധി അറിയാം, കണ്ണിലുള്ള അശുദ്ധി, ചിന്തകളുള്ള അശുദ്ധി, മോശമായ കാര്യങ്ങൾ കാണുന്ന ആഗ്രഹം, അശുദ്ധി. മനക്ഷോഭം, നമുക്ക് ഒരാൾ നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴേ നമുക്ക് ചിലപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യപ്പെടുത്തുന്നില്ലായിരിക്കും, പോടാൻ പറയുന്നില്ല, പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്ഷോഭയെ ആ മനക്ഷോഭം ഉള്ളിൽ കിടന്നിട്ട് നമ്മൾ വേറെ ആരോടിലൊക്കെ ആയിരിക്കും പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ചുമ്മാ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനെ ഉള്ളിലുള്ള ദേഷ്യം അങ്ങ് കളയും. ഈ നാവിലൊന്നും നമ്മൾ ക്ഷോഭിക്കത്തില്ല, പക്ഷെ മനക്ഷോഭം, ദുർവിചാരങ്ങൾ, മോശപ്പെട്ട വിചാരങ്ങൾ, വിഗ്രഹാരാധന ദ്രവ്യാസക്തി എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളോടുള്ള ആഗ്രഹം, മെറ്റീരിയൽ തിങ്സിനോടുള്ള ആഗ്രഹം. നിങ്ങൾക്ക് വാട്സപ്പിനോടുള്ള ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രസ്സിനോടുള്ള പ്രത്യേക ആഗ്രഹം, ദ്രവ്യാസക്തി. ഇവയെല്ലാം നശിപ്പിക്കുവിന്നാണ്, അല്ലാതെ ഇങ്ങനെ പിന്നെ വെക്കാനൊന്നുമല്ല പറയണേ. ഇത് തൽക്കാലത്തേക്ക് മറന്നു കളഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെ തുടങ്ങാന്നുള്ളതല്ല. ഇവയെല്ലാം നശിപ്പിക്കുന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് നശിപ്പിക്കേണ്ടത്? അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിന്റെ ക്രോധം വന്നു ചേരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ക്രോധം നമ്മളിൽ വന്നു ചേരുന്നു. ഓക്കെ, എന്നിട്ട് ബാക്കി പറയുവാണ്, അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയ വർജിക്കുവിൻ. അമർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകടിപ്പിക്കത്തൊന്നുമില്ല, പക്ഷെ ഒരു അമർഷമുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിലൊരാളുടെ ഒരു ക്യാരക്ടർ കാണുന്ന അയാളുടെ ഒരു അമർഷം, ചില ആൾക്കാരുടെ പ്രവൃത്തികൾ കാണുമ്പോഴൊരു അമർഷം, ക്രോധം, ദേഷ്യപ്പെടുക, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം. ദൈവദൂഷണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കുറ്റം പറയാം, ഭാഷാതരത്തെ കുറ്റം പറയാം, വിശുദ്ധരെ കുറ്റം പറയാം, പുരോഹിതരെ കുറ്റം പറയാം. ഇതിങ്ങനെ ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. ഇതിങ്ങനെ മറന്നു കളഞ്ഞിട്ട് പിന്നെ തുടങ്ങാനുള്ള, വർജിക്കുവിൻ. ഇത്രയും കാര്യങ്ങൾ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. ഇത്രയും ഈ പറഞ്ഞ ചെക്ക് ലിസ്റ്റ് ഒക്കെ നോക്കുക, ഇതൊക്കെ എനിക്കുണ്ടോ, ഇതെല്ലാം ഉണ്ടോ നോക്കണേ, ഇതെല്ലാം വർജിക്കുന്ന പറയുന്നത്. എന്നിട്ട് പറയാണ്, പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യുവിൻ, സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പഴയ മനുഷ്യനെ പഴയ മനുഷ്യനകത്ത് ഈ ചെയ്തികളെല്ലാം കിടക്കുവാണല്ലോ, ഈ അമർഷം, ക്രോധം, എല്ലാം കൂടി എടുത്ത് പഴയ മനുഷ്യനെ നിഷ്കാസനം ചെയ്യുവിൻ, നശിപ്പിച്ചു കളയുവിൻ. എന്നിട്ട് സൃഷ്ടാവിന്റെ ഈശോയുടെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഈശോയെ ധരിക്കുവിൻ എന്നാ പറയണേ. എന്നിട്ട് പിന്നെ പറയുന്നത് കൊളോസസ് 3:12 പറയുവാണ്, അതിനാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നമ്മൾ കുറെ കാര്യം കളയാൻ പറഞ്ഞു. ഇനി നമ്മൾ എന്തൊക്കെയാണ് ധരിക്കേണ്ടതെന്നുള്ള കേട്ടോ. ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. കാരുണ്യം, ദയ, വിനയം,
സൗമ്യത, ക്ഷമ ഇവ ധരിക്കുവിൻ. ഇവ ധരിക്കുവിൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഇതങ്ങ് ധരിച്ചേക്കുക നമ്മൾ. അപ്പൊ നമ്മൾ ഒരാൾ നോക്കുന്ന കാരുണ്യമുള്ള ആളായിരിക്കണം, നമുക്ക് ദയ ഉണ്ടായിരിക്കണം, നമുക്ക് വിനയം ഉണ്ടായിരിക്കണം, നമുക്ക് സൗമ്യത ഉണ്ടായിരിക്കണം, നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ധരിക്കുവിൻ എന്ന് പറഞ്ഞേക്കുന്നത്. മറ്റേ കാര്യങ്ങളെല്ലാം വർജിക്കുവിൻ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ധരിക്കുവിൻ. ഇത്രയും കാര്യങ്ങൾ മാത്രം അങ്ങ് ചെയ്യുമ്പോൾ തന്നെ ഓക്കെ ആയി. ഇതൊക്കെ ധരിക്കുവാണ് നമ്മൾ. ഇപ്പൊ നമ്മൾ ഒരാൾ നോക്കും, നമ്മളിവിടെ എല്ലാം ഉണ്ട്. ഈ ഡ്രസ്സ് ഞാൻ ധരിച്ചേക്കുമല്ലേ, ഈ വാച്ച് ഞാൻ ധരിച്ചേക്കുമല്ലേ, ഇതുപോലെ ഇതൊക്കെ ധരിച്ചേക്കുവാണ്. കാരണം ദയ, വിനയം, സൗമ്യത, ക്ഷമ ഇവ ധരിക്കുവിൻ. മറ്റേത് വർജിക്കുവിൻ, ഇവ ധരിക്കുവിൻ. ഇനി ബാക്കി നിയമങ്ങൾ കഴിഞ്ഞിട്ടില്ല, പിന്നെ ബാക്കി നിയമങ്ങളിലേക്ക് പോവാണ്. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. നമ്മളെങ്ങനെ വർത്തിക്കണം, നമ്മളെങ്ങനെ പോകണം, നമ്മളെങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, നമ്മുടെ കൊളീഗ്സിൻ്റെ പോകണം എന്നുള്ളതാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. ഉറപ്പായിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന സമയത്ത് അവരുടെ എന്തെങ്കിലും ക്യാരക്ടറിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അന്നേരം പറയുവാണ് പരിഭവം ഉണ്ടാവും. അന്നേരം നിങ്ങൾ എങ്ങനെ നമ്മൾ വർത്തിക്കണം, എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകണം. പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം. ക്രിസ്തു എങ്ങനെ നമ്മളോട് ക്ഷമിക്കുന്നത്? ക്രിസ്തു നമ്മളോട് ക്ഷമിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നമ്മളറിയാം. ചുമ്മാ ആലോചിക്കും, നമ്മൾ ഇത്രമാത്രം വൃത്തികേട് കാണിച്ചിട്ടും ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഇത്രമാത്രം അനുസരിക്കാതിരുന്നിട്ടും ഈശോ നമ്മളോട് ക്ഷമിക്കുന്നില്ലേ? ഈശോ കുരിശിൽ കയറി പറഞ്ഞു, എനിക്ക് ഇവർ ചെയ്യുന്നത് ഇവർക്ക് അറിയത്തില്ല, ഇവരോട് ക്ഷമിക്കണമേ. നമുക്ക് ഈശോ നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മളോട് ക്ഷമിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സിനോട്, കൊളീഗ്സിനോട് ഉറപ്പായിട്ട് പരിഭവമുണ്ട്, അവർക്കൊരു കുറ്റം ഉണ്ടാവും. വേറൊരു വചനമുണ്ട്, ബലമുള്ളവരായ നാം ബലഹീനരുടെ പോരായ്മ സഹിക്കുകയാണ് വേണ്ടത്. ബലമുള്ളവരായ നാം ബലഹീനരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത് വചനമുണ്ട്. ഈശോ നമ്മളോട് ക്ഷമിച്ചതുപോലെ നമുക്ക് ബലമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കുന്ന ആളാണെന്നാണെങ്കിൽ ബലഹീനരുടെ പോരായ്മകൾ അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. അത് മനസ്സിലാക്കി നമ്മൾ അവരോട് ക്ഷമിക്കണം. പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. എങ്ങനെ വർത്തിക്കണം? സഹിഷ്ണുതയോടെ ക്ഷമിച്ച് വർത്തിക്കുവിൻ. എന്നിട്ട് പറയുവാണ്, എല്ലാറ്റിനെയും കൂട്ടി ഇണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിനും. എല്ലാവരെയും കൂട്ടി ഇണക്കി ഐക്യത്തിൽ ബന്ധിക്കുന്നത് എന്താണ്? സ്നേഹമാണ്. അത് പരിശീലിക്കുവിൻ. ഓരോ ദിവസവും നിങ്ങൾ സ്നേഹമായിട്ട് മാറണം എന്നല്ല, നിങ്ങൾ സ്നേഹം പരിശീലിക്കണം എന്നാണ്. നമ്മൾ സ്നേഹം പരിശീലിക്കണം. എല്ലാവരെയും കൂട്ടി ഇണക്കി ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. നമ്മൾ പരിശീലിക്കണം. എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാനെന്നെ സ്നേഹിച്ച് പരിശീലിക്കണം. ആ വേർഡ് ഓർമ്മ വേണം, പരിശീലിക്കണം. ഈ സ്നേഹം നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ വീട്ടിൽ, എൻ്റെ ഫ്രണ്ട്സിനിടയ്ക്ക് ഞാൻ സ്നേഹം പ്രാക്ടീസ് ചെയ്യണം എന്ന് കൊളോസസ് 3:15 പറയുക. ഇത് ആദ്യം ക്ഷമിച്ച് വർത്തിക്കണം, സ്നേഹം പരിശീലിക്കണം. അടുത്തത് ഒരു കാര്യം നമ്മളെ ഭരിക്കണം. കൊളോസസ് 3:15 ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈശോയുടെ സമാധാനം, ഈശോ പറഞ്ഞ സമാധാനം നിങ്ങളുടെ കൂടെ. ഈശോയുടെ സമാധാന ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഒരു വിഷയം ഉണ്ടായാലും, ഒരു പ്രശ്നം ഉണ്ടായാലും, എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും ഈശോയുടെ സമാധാനം വേണം നമ്മളെ ഭരിക്കാൻ വേണ്ടി. ഒരു വചനം യോഹന്നാൻ 6:31, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടായേക്കാം, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈശോയുടെ സമാധാനമുണ്ടല്ലോ. ഈ വള്ളം ഇങ്ങനെ ആടി ഒലിഞ്ഞപ്പോൾ തലയാണ വെച്ച് കിടന്ന കർത്താവിൻ്റെ സമാധാനം. ഈ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഭരിക്കണം. സ്നേഹം നമ്മൾ പരിശീലിക്കണം. ശ്രമിച്ച് നമ്മൾ വർത്തിക്കണം. എന്നിട്ട് പറയുവാണ്, ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കും. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൃതജ്ഞയുള്ളവരായാൽ ഈ സമാധാനം നമ്മളെ ഭരിക്കും. എല്ലാ കാര്യത്തിനും, എല്ലാ വിഷമങ്ങൾക്കും, ബുദ്ധിമുട്ടുകൾക്കും എല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ സമാധാനം നമ്മളെ ഭരിക്കും. അടുത്ത വചനം, പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും സങ്കീർത്തനങ്ങളും ഗാനങ്ങളെല്ലാം ആലപിക്കുന്ന സമയത്തെല്ലാം ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഈശോയുടെ വചനം നമ്മളിൽ സമൃദ്ധമായിട്ട് വസിക്കട്ടെ. ഈശോയുടെ വചനത്തിൽ പറയുന്ന 1 യോഹന്നാൻ 2:14, യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ്, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഈശോയുടെ വചനം നമ്മൾ വസിക്കുമ്പം ദുഷ്ടനെ ജയിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. അപ്പം ഈ വചനം നമ്മൾ വസിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ വസിക്കണം. എന്നിട്ട് വേണം ആ കാര്യം ചെയ്യാൻ വേണ്ടി.
എന്നിട്ട് പറയാണ് കൊളോസ്യസ് 3:17, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ജീവിക്കും. വാക്കാലോ പ്രവൃത്തി എന്ത് ചെയ്താലും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ജീവിക്കും. എന്ത് ചെയ്യുമ്പോഴും ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യും. സോ നമ്മൾക്ക് കുറെ കാര്യം കിട്ടുവാണ്. എന്ത് ചെയ്യുമ്പോഴും ഈശോയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ചെയ്യുവിൻ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്നേഹം പ്രാക്ടീസ് ചെയ്യുവിൻ. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഈശോയുടെ വചനം നമ്മളുള്ളിൽ വസിക്കണം. നമ്മൾ ബാക്കിയൊക്കെ ഇടപെടുന്ന സമയത്ത് ക്ഷമിച്ച് വർത്തിക്കണം. കുറെ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. എന്നിട്ട് ഈ പറഞ്ഞ ദയ, വിനയ, സമിത, ക്ഷമ എന്നിവ ധരിക്കണം. ഇത്രയും കാര്യങ്ങൾ കൊളോസ്യസ് 3:5 തൊട്ട് 17 വരെയുള്ള വചനം എടുത്തിട്ട് ഇങ്ങനെ വായിക്കണം. ഇത് വായിച്ചിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ അത്ഭുതമായിട്ട് മാറും. പതുക്കെ ഇതിങ്ങനെ അത്ഭുതമാവും. ഉറപ്പായിട്ട് നമ്മുടെ ജീവിതം അത്ഭുതമാക്കി മാറ്റാം. ആമേൻ.